എത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങളൊക്കെ കടന്നു പോയത്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെട്ടെന്ന് വലിയ പെരുന്നാൾ വന്ന്. അപ്പോൾ രാവിലെ തന്നെ ഇത് മൈലാഞ്ചി ഇന്നലെ രാത്രി ഇട്ടതാണ് കേട്ടോ. ഞാൻ ഇട്ടൊന്നുമല്ല, അച്ച വെച്ചിട്ടാണ്. എനിക്ക് അത്രയ്ക്കൊന്നും സെറ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു രാവിലെ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് കുറേയധികം സവാള അരിയണമായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയാക്കണമായിരുന്നു. കാരണം മെയിനായിട്ട് ബിരിയാണി, ചിക്കൻ, മട്ടൺ, ബീഫ് അങ്ങനെ നമുക്ക് കൂടുതലും നോൺ വെജ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടിയായിരുന്നു കൂടുതലും. പിന്നെ അത് കുറച്ച് പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ട് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഡ്രസ്സ് ഇതാണ്, ഒരു വൈറ്റ് കുർത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കളുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇക്ക പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു, കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഇക്ക പിന്നെയും പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി കേട്ടോ. ഭയങ്കര ഇതായിട്ടൊന്നുമല്ല, തട്ടിക്കൂട്ടി ബിരിയാണിയാണ്. പിന്നെ അതുപോലെ മട്ടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പപ്പടം, പിന്നെ സാലഡ്. അതൊക്കെയായിരുന്നു ഉച്ചത്തെ കാര്യങ്ങൾ. പുറത്ത് വന്നിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഇത്രയും ചീവിടിച്ച ശബ്ദം. പിന്നെ ഇക്കയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ ചോറ് കൊണ്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ പെരുന്നാൾ ചോറും കൊണ്ട് കൊടുത്തിട്ട് ഇക്ക വന്നു. എല്ലാവരും കൂടി ഇട്ടിരുന്ന് പെരുന്നാൾ ചോറ് കഴിച്ചേട്ടാ. ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വെച്ച് വേറെ തന്നെയാണ്. പെരുന്നാൾ ദിവസം ഉണ്ടായി കഴിക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേ നേരെ അപ്പച്ചൻ്റെ വീട്ടിൽ പോയി കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ച് തന്നിട്ട് നേരെ വൈകിട്ടായപ്പോഴത്തേക്ക് രാമേന്ദ്രനിലോട്ട് വിട്ടേട്ടാ. രാമേന്ദ്രയിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ബുക്കോ ബാഗോ ഒന്നും മക്കൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല, പല പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഡിലേ ആയിപ്പോയി. പിന്നെ ഇന്നിക്ക പറഞ്ഞ് എന്തായാലും ഇന്ന് ഇത്രയും മീൻസ് പെരുന്നാളായിട്ട് ഇക്കായും കടയിൽ നിന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാഗും സാധനങ്ങളും പൗച്ചും ബോക്സും എന്താ പറയുക കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്കും ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഷർട്ടൊക്കെ നോക്കി, പിന്നെ എന്തോ ഇഷ്ടപ്പെട്ടില്ല, ടീഷർട്ടാണ് 1-2 എടുത്തത്. പിന്നെ അതെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഇക്കാൻ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വല്ലപ്പോഴും കിട്ടുമ്പോഴത്തേക്ക് അതൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇങ്ങനെയൊക്കെയായിരുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.